പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദും ഇതേ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ശ്രീനഗറിൽ നിന്ന് വഹീദ് പാരയെയും ബാരാമുള്ള മണ്ഡലത്തിൽ നിന്ന് ഫയാസ് മീറിനെയും PDP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദ്ധംപൂരിലും ജമ്മുവിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും PDP അറിയിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതേസമയം ദേശീയ തലത്തിൽ നാഷണൽ കോൺഫറൻസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും കശ്മീർ താഴ്വരയിലെ 3 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് PDP കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സീറ്റു പ്രഖ്യാപനം. നാഷണൽ കോൺഫറൻസ് ചർച്ചകളുടെ യാതൊരു സാധ്യതയും തുറന്നിട്ടില്ലെന്നും PDP കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ലാതെ അവർ ഞങ്ങൾക്ക് മറ്റൊരു മാർഗവും അവശേഷിപ്പിച്ചിരുന്നില്ല എന്നും മുഫ്തി പറയുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്കിന്റെ യോഗം മുംബൈയിൽ നടന്നപ്പോൾ ഫാറൂഖ് അബ്ദുള്ള ഞങ്ങളുടെ മുതിർന്ന നേതാവായതിനാൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുമെന്നും നീതി പുലർത്തുമെന്നും ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അദ്ദേഹം പാർട്ടി താൽപര്യങ്ങൾ മാറ്റി നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നായിരുന്നു മുഫ്തിയുടെ വാക്കുകൾ. എന്നാൽ 2020 ജില്ലാ വികസന കൗൺസിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപീകരിച്ച പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷന്റെ ഘടക കക്ഷികൾ തമ്മിലുള്ള ധാരണയിൽ നിന്ന് പിന്നോട്ടു പോകുന്നുവെന്ന ആരോപണമാണ് PDPക്കെതിരെ നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള ഉയർത്തുന്നത്. അതേസമയം ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഗുലാം നബി ആസാദിന്റെ മത്സരം. ഞങ്ങൾക്ക് സംസ്ഥാന പദവിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇത് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ഞാൻ രാജ്യസഭയിൽ പോരാടി. സംസ്ഥാന പദവിക്കായി ലോക്സഭയിലും പോരാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗവർണർ ഉള്ളിടത്ത് ഞങ്ങൾ പൂർണ്ണ സംസ്ഥാന പദവി ആവശ്യപ്പെടും. ലോക്സഭയിലെ എന്റെ ആദ്യ പോരാട്ടം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരിക്കുമെന്നാണ് ഗുലാം നബി ആസാദ് പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുൻപാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി കോൺഗ്രസ് മുൻ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഗുലാം നബി ആസാദ് രംഗത്ത് വരുന്നത്. കോൺഗ്രസ് വിട്ട് 2022 ഗുലാം നബി ആസാദ് DPAP രൂപവൽക്കരിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധംപൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ഇക്കുറി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ജമ്മു ആൻഡ് കശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാവ് മിയാൻ അൽതാഫ് അഹമ്മദ് അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ ഹസ്നൈൻ മസൂദിയാണ് നിലവിൽ മണ്ഡലത്തിലെ MP. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗുലാം നബി ആസാദ് രൂപീകരിച്ച ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയിൽ നിന്ന് 20-ലധികം നേതാക്കൾ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരുന്നു. മുൻ മന്ത്രിയും 2 തവണ MLAയും ജമ്മു കശ്മീരിലെ ആം ആദ്മി പാർട്ടി നേതാവുമായ യശ്പാൽ കുന്ദൻ, ആസാദിന്റെ പാർട്ടിയിൽ ചേർന്ന മുൻ JKPCC വൈസ് പ്രസിഡന്റ് ഹാജി അബ്ദുൾ റാഷിദ് ധർ എന്നിവർ കോൺഗ്രസിൽ ചേർന്ന നേതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിന് വലിയ ഊർജം തന്നെയാണ് അന്ന് നൽകിയത്.